നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡത്തിന്റെ ദേഹത്ത് നിന്റെ ദൃഷ്ടി പോലും പതിക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ. ആട്ടവും അഭ്യാസവും നീ ഇവിടെ വെച്ച് നിർത്തിക്കോണം. എന്തായാലും പ്രോബ്ലം സോൾവ് ആയല്ലോ, സന്തോഷം. രാജു, മാഡം എന്തേ കാണിക്കുന്ന? എന്റെ കാലില് ഒരിക്കലും ചെയ്യാൻ പാടില്ല മാഡം, അത് വലിയ തെറ്റാ. ഞാൻ ഈ വീട്ടിലൊരു സ്റ്റാഫ് മാത്ര. ഇവിടുന്ന് കിട്ടുന്ന വരുമാനത്തെ ജീവിക്കുന്ന എന്റെ കാലില് ഇവിടുത്തെ മാഡം മതി. ഇനിയും സ്വയം താഴ്ത്തി ഇങ്ങനെ സംസാരിക്കരുത് രാജു. ഞങ്ങളുടെയൊക്കെ മുന്നിൽ വളരെ ഉയർന്ന സ്ഥാനത്താ രാജു ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് വേണ്ടി രാജു ജയിലിൽ പോവാൻ തയ്യാറായി. അതിനു മുന്നിൽ ഞാൻ രാജുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പ്രയത്നിച്ചത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. ഋതിക മാഡം, മാഡം എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്ന കേൾക്കാൻ എനിക്ക് ഒരു രസം തോന്നുന്നില്ല. എന്നോട് വഴക്കുണ്ടാക്കുന്ന ഋതിക മാഡത്തെയാ എനിക്കിഷ്ടം. ഇല്ല രാജു, എനിക്കിപ്പോ അങ്ങനെയല്ല തോന്നുന്നത്. രാജു എന്നെ വിദ്യ അഭ്യസിപ്പിച്ച എന്റെ ഗുരുനാഥന. ഗുരുദക്ഷിണയായി രാജുവിന് ഞാൻ ഒന്നും നൽകിയിട്ടില്ല. സ്വന്തം കുടുംബത്തെ കുറിച്ച് പോലും ആലോചിക്കാതെ രാജു എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും വലിയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായി. രാജുവിന്റെ നല്ല മനസ്സിന് മുന്നിൽ ഞാൻ കൈകൂപ്പുന്നു. മാഡം, മാഡം തന്നെയാണ് ഈ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പ്രതാപ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നമ്മുടെ ജോലിക്കാരന് സമമായ ഒരാളുടെ കാലിൽ ഋതുമോള് വീഴുന്നു. അവനെ വാനോളം പാടി പോഴ്ത്തുന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും കൂടുതലായി ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പണം നൽകണം. അതല്ലേ വേണ്ടത്, അല്ലാതെ ആളും തരവും നോക്കാതെ. ചേച്ചി, അതങ്ങനെയല്ല. ആ രാജു, നിന്നെ അച്ഛനും അമ്മയൊക്കെ കാത്തിരിക്കുകയായിരിക്കും. നീ വേഗം വീട്ടിലേക്ക് ചെല്ലാം. ശരി സാർ. ചേച്ചി പോവാം. നീ ആരാടാ? നീ ആരാന്നാണ് നിന്റെ വിചാരം? എടാ, നട റോഡിലുള്ള നിന്റെ ഈ അഭ്യാസം നീ നിർത്തിക്കോ. ആളെ വണ്ടിയേറ്റ് കൊല്ലാൻ നോക്കണം നീ. നിന്നെ വണ്ടി കയറ്റി ചതച്ചരക്കായിരുന്നു വേണ്ടത്. നിനക്കെന്താടാ, ഭ്രാന്ത് പിടിച്ചോ? പേ പിടിച്ച നായെ പോലെ എന്റെ മുന്നിൽ ഇങ്ങനെ കുറയ്ക്കാതെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി പോയി ചികിത്സ തേടാൻ നോക്കുന്നേ. അതാണ് നിനക്ക് നല്ലത്. ഇപ്പൊ ചികിത്സിച്ച നിന്റെ ഈ അസുഖം ചിലപ്പോ മാറിയേക്കും. ഇല്ലെങ്കിൽ നിന്നെ ആയുഷ്കാലം വരെ ചങ്ങലക്കിട്ട് പൂട്ടേണ്ടി വരും. നീ വർമ്മ സാറിന്റെ അനന്തരവനായി പോയി. ഇല്ലെങ്കിൽ എന്റെ നേരെ ഉയർന്ന നിന്റെ ഈ കയ്യ് ഞാനിന്ന് ചവിട്ടി ഓടിച്ചനെ. നിനക്ക് എന്താണ് വേണ്ടത്? പറടാ, നിനക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടെന്ന്? ഋതിക, അവൾ നിന്റെ ആരാ? നിന്നെ സ്റ്റേഷനിൽ നിന്നും ജയിലിൽ നിന്ന് ഇറക്കാൻ മാത്രം അവളും നീയും തമ്മിൽ എന്താ ബന്ധം?
ഞങ്ങളുടെ വീട്ടിലെ എച്ചിൽ നിന്ന് കഴിയുന്ന നിനക്ക് വേണ്ടി അവൾ ഇത്രയ്ക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവള് നീയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ശരിയല്ലല്ലോ. ദേ, വൃത്തികേട് പറഞ്ഞ നിന്നെ ഇവിടെ ഇട്ട് തീർക്ക് ഞാൻ. ഋതിക എന്ന പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടോടാ നിനക്ക്? മാഡവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥവും വ്യാപ്തി അളക്കാൻ നീ ആരാ? നിന്റെ പിത്തലാട്ടൊക്കെ അങ്ങ് അമേരിക്കയില് വല്ല സായിപ്പിന്റെ അടുത്ത് മതി. ദേ, ഇനി എന്റെ മുന്നിൽ കരകാട്ടം കളിക്കാൻ നിന്നാ ഒറ്റയ്ക്ക് കത്തിക്കും ഞാൻ. ഇനി എന്റെയോ ഋതിക മാഡത്തിന്റെയോ പിന്നാലെ നിന്നെ കണ്ടുപോരുത്. മാഡത്തിന്റെ ദേഹത്ത് നിന്റെ ദൃഷ്ടി പോലും പതിക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? ആട്ടവും അഭ്യാസവും നീ ഇവിടെ വെച്ച് നിർത്തിക്കോണം. പറ. അല്ല, നിങ്ങൾ പറ. രാജു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പറ. നിങ്ങൾ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. അല്ല, രാജു ചെയ്തത് ശരിയാണോ തെറ്റാണോ? അല്ല, അത് പിന്നെ മോളെ. ശരിയാണെങ്കിൽ ശരിയാന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ. അല്ല, അവൻ ചെയ്തത് ശരിയല്ലെന്നെങ്ങനെ പറയാനാകും? ഓഹോ, അപ്പോ നിങ്ങൾ രാജു ചെയ്തതിന് ന്യായീകരിക്കുകയാണല്ലേ? മോളെ, വർമ്മ സാർ എന്ന് വെച്ച രാജുവിന് ജീവനാണെന്നറിയാലോ. അതുപോലെ തന്നെ വർമ്മ സാറിന് രാജുവിനെ. അല്ലെങ്കിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് രാജു നേരെ വർമ്മ സാറിനെ പോയി കണ്ടതിൽ എന്താ തെറ്റ്? ആ, അത് തെറ്റ് തന്നെയാ. രാജുവിന് വർമ്മ സാറ് ജീവനായിരിക്കും. പക്ഷെ സ്വന്തം അച്ഛനമ്മയേക്കാൾ വലുതാണോ ഈ വർമ്മ സാറ്? അതിനിതൊരു ചെറിയ വിഷയമല്ലേ, നീ അത് വിട്. എനിക്കത് ചെറിയ വിഷയമല്ല. നിങ്ങൾ രണ്ടുപേരെയും കണ്ടതിന് ശേഷം രാജു വർമ്മ സാറിനെ കാണുന്നേ. അത് രാജു ഓർക്കണമായിരുന്നു. അല്ല, രാജുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടതേ അവളെയാ, ആ ഋതികയെ. അവളാ രാജുവിനെ കുത്തിത്തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു, രാജു ആദ്യം വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയും കാണണമെന്ന്. അപ്പൊ രാജുവിനത് കേട്ട ഭാവമില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാ രാജു അവളുടെ കൂടെ പോയത്. ആ, ദേ രാജു ഒന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.